Morning. Good morning. എങ്ങനെയുണ്ടായിരുന്നു വിഷു ഒക്കെ അടിച്ചു പൊളിച്ചോ എല്ലാവരും? വിഷു ഒക്കെ എന്തായി, അടിച്ചു പൊളിച്ചോ? ഓക്കെ, നമ്മൾ എടുത്തത് എവിടെ വരെയായിരുന്നു? പാരാമീറ്റർ അല്ലെ, പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി വരെയല്ലേ നമ്മൾ എടുത്തത്? ഓക്കെ, നെക്സ്റ്റ് പോർഷൻ നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് പോർഷൻ ആണ് ഫങ്ഷണൽ ഏരിയാസ്. മോർച്ചറിയുടെ കുറച്ച് ഫങ്ഷണൽ ഏരിയാസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്ന് പറഞ്ഞാല് എൻട്രൻസ്. പോർട്ടിക്കോ മീൻസ് എൻട്രൻസ്. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. Ample parking area with a covered area of about 18 meters square ആണ്. 18 meters square. 18 meters square for vehicles should be facilitated at the entrance to the body store in order to protect from wet weather and screen from adjacent area with an exit to secondary road or parking area. അപ്പൊ എന്താണ്, എൻട്രൻസ് വേണോ അല്ലെ? നമ്മള് ആക്സിഡന്റ് എമർജൻസിയിൽ പഠിച്ചു, നല്ല രീതിയിലുള്ള എൻട്രൻസ് വേണ്ടി. അവിടെ ഓർമ്മയുണ്ടോ പഠിച്ചത് ആക്സിഡന്റ് എമർജൻസിയില്? ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഈ മോർച്ചറി ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ മോർച്ചറിയില് നല്ല രീതിയിലുള്ള ഒരു എൻട്രൻസ് അത്യാവശ്യമാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആംബിൾ പാർക്കിംഗ് ഏരിയ. ആംബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബിൾ എന്താണ്? ആംബിൾ എന്ന് പറഞ്ഞാല് ആംബിൾ എന്താ? വിപുലമായ. ആംബിൾ എന്ന് പറഞ്ഞാല് വിപുലമായ ഒരു പാർക്കിംഗ് ഏരിയ വേണോ അല്ലെ? അതുപോലെ തന്നെ എന്താണ്, മോർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിപുലമായ പാർക്കിംഗ് ഏരിയ വേണം. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇനി എന്താണ്, അതുപോലെ തന്നെ കവേർഡ് ഏരിയ ഓഫ് അബൌട്ട് 18 മീറ്റർ സ്ക്വയർ. എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്? 18 മീറ്റർ സ്ക്വയർ ഏരിയയോളം കവർ ചെയ്തിരിക്കണം. അതുപോലെ vehicles should be facilitated to entrance dead body stored in order to protect from wet weather. എന്താണ് wet weather എന്ന് പറഞ്ഞാല്? wet എന്ന് പറഞ്ഞാൽ എന്താ? wet എന്താ മീനിങ്? wet എന്തായിരിക്കും? എന്താ മീനിങ്? നനഞ്ഞ. ഓക്കെ, അപ്പൊ നനവുള്ള അല്ലെ. നമ്മൾ ഡെഡ് ബോഡീസ് ചിലപ്പോ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവിടെ നിന്ന് ഇറക്കുമ്പോഴും, അതുപോലെ തന്നെ ആക്സിഡന്റ് ഒക്കെ മരിച്ച ആൾക്കാരെയൊക്കെ ഈ മോർച്ചറിയിലോട്ട് കൊണ്ടുവരുമ്പോ ചിലപ്പോ മഴ നനയാ അല്ലെ, കാലാവസ്ഥയൊക്കെ മാറാം, മഴയാവാം, വെയിലാവാം, അല്ലെങ്കിൽ മഞ്ഞുകാലമൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള കാലങ്ങളില് മഴയൊക്കെ നനയുമ്പോൾ ഡെഡ് ബോഡീസിന് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ചിലപ്പോ അത്
അതിന് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ വേണം. മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ പഠിച്ചില്ലേ, എന്താണ് ആളുകളെ കൊണ്ടുവരുമ്പോ മഴയോ വെയിലോ ഇതൊക്കെ ഉണ്ടാവുമ്പോ ആളുകളെ കയറ്റാനും ഇറക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ, ഷെൽട്ടർ ആവശ്യമാണെന്ന് പഠിച്ചില്ലേ. അതുപോലെ തന്നെയാണ് മോർച്ചറിയിലും ഡെഡ് ബോഡീസ് കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഷെൽട്ടർ അവിടെ വേണം. ഇനി എന്താണ്, and screen from adjacent area with an exit to secondary road or പാർക്കിംഗ് ഏരിയ. ഈ നമ്മള് ഡെഡ് ബോഡീസ് ഡെഡ് ബോഡീസിൽ ആളുകളെയൊക്കെ മോർച്ചറിയിലോട്ട് കൊണ്ടുവരുമ്പോ പല ഏരിയാസും എന്താണ് ഹോസ്പിറ്റലിലെ പല ഏരിയാസിലുള്ള ആൾക്കാരൊക്കെ പാസ് ചെയ്യുമ്പോ അവർക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. മരിച്ച ആൾക്കാരെയൊക്കെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് മരിച്ച ആൾക്കാരെ നമ്മള് എന്താണ് മോർച്ചറിയിലോട്ട് കൊണ്ടുവരുമ്പോഴേക്കും അത് കാണുമ്പോൾ ഒരു മനപ്രയാസം, സങ്കടം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ആ മോർച്ചറി എന്ന ഭാഗം സ്ക്രീനിങ് ചെയ്തിരിക്കണം. മനസ്സിലായോ? ആ ഏരിയ തൊട്ടടുത്ത ഏരിയാസ് കാണാൻ പറ്റാത്ത വിധത്തില് സ്ക്രീൻ വെച്ച് മറച്ചിരിക്കണം. ഓക്കെ, അതാണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോയിൽ പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്, പാരഗ്രാഫിൽ പറഞ്ഞത് എന്താണ്, വിപുലമായ ഒരു പാർക്കിംഗ് ഏരിയ വേണം. അതുപോലെ തന്നെ അതെന്താണ്, എത്ര ഏരിയ ആണ് കവർ ചെയ്തിരിക്കേണ്ടത്, 18 മീറ്റർ സ്ക്വയർ ഏരിയോളം വേണം. അതുപോലെ തന്നെ എന്താണ്, നല്ല രീതിയിൽ മഴ നനയാതെ ഡെഡ് ബോഡീസൊക്കെ മഴ നനയാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കണം, ഷെൽട്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്ക്രീൻ ഫ്രം അഡ്ജസന്റ് ഏരിയാസ്, മറ്റുള്ള തൊട്ടടുത്ത ഏരിയാസിനെ കാണാൻ പറ്റാത്ത രീതിയിൽ സ്ക്രീൻ വെച്ച് മറച്ചിരിക്കണം. ക്ലിയറായോ? ഇത്രയും കാര്യങ്ങളാണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോയിൽ പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് റിസപ്ഷൻ. അറിയാലോ റിസപ്ഷൻ അല്ലെ, ഏതൊരു ഏരിയയ്ക്ക് റിസപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ മോർച്ചറിക്കും എന്തൊക്കെ റിസപ്ഷൻ ഉണ്ട്. The place where dead bodies are observed and documents examined. അപ്പൊ എന്താണ് അവിടെ ചെയ്യുന്നത്, വരുന്ന ഡെഡ് ബോഡീസ് അല്ലെ, മോർച്ചറിയിലേക്ക് വരുന്ന ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ അതിന് ആവശ്യമുള്ള രേഖകള് എക്സാമൈൻ ചെയ്യുന്നു. എവിടെ, റിസപ്ഷനിൽ കേട്ടോ. റിസപ്ഷനിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വരുന്ന ഡെഡ് ബോഡീസിനെ നിരീക്ഷിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള രേഖകള് എക്സാമൈൻ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. It should be easily reachable and approachable. Reachable എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തിലും. അതുപോലെ തന്നെ അപ്രോച്ചബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അപ്രോച്ച് എന്തായിരിക്കും മീനിങ്, അപ്രോച്ചബിൾ എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് മീനിങ്, എന്തായിരിക്കും, എത്തിച്ചേരുക. അതുപോലെ തന്നെ അപ്രോച്ചബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സമീപിക്കാൻ പറ്റുന്ന രീതിയിലുമായിരിക്കണം. ഓക്കെ, റിസപ്ഷൻ ഉണ്ടായിരിക്കേണ്ടത് പെട്ടെന്ന് എത്തിച്ചേരാനും സമീപിക്കാൻ പറ്റുന്ന രീതിയിലുമായിരിക്കണം. അവിടെ എന്താ ചെയ്യുന്നത്, വരുന്ന ഡെഡ് ബോഡീസിനെ നിരീക്ഷിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള രേഖകള് എക്സാമിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് trolley bay. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. The proper space needed for trolley bay in 3 meter square. trolley bayയുടെ എത്ര സ്പേസ് ആണ് trolley bayക്ക് വേണ്ടത്, 3 meter square ആണ്. അതുപോലെ തന്നെ ഇപ്പൊ വായിക്കാൻ പോകുന്ന ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ലൈൻ, the trolley is used for transportation of the dead body. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് trolley യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രോളി യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം.
it should be within reach of the reception. അപ്പൊ എന്താണ് റിസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ട്രോളി ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ട്രോളി മേലെ പറയുന്നത്. അതിന്റെ സ്പേസ് എന്ന് പറഞ്ഞാല് 3 മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ട്രോളി ബേ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെഡ് ബോഡീസിന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ റിസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ട്രോളി ഉണ്ടായിരിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? വെയിറ്റിംഗ് ഏരിയ അല്ലെ. വെയിറ്റിംഗ് ഏരിയ. ഓക്കെ, വെയിറ്റിംഗ് റൂം ഓഫ് 15 meters square is suggested for the entry to visitors and relatives. അപ്പോ വെയിറ്റിംഗ് ഏരിയയുടെ എത്ര ഏരിയ വേണം? വെയിറ്റിംഗ് ഏരിയക്ക് 15 meter square ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ വെയിറ്റിംഗ് ഏരിയ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് ഏരിയ യൂസ് ചെയ്യുന്നത്? വിസിറ്റേഴ്സിനും അതുപോലെ തന്നെ ഡെഡ് ബോഡിയുടെ റിലേറ്റീവ്സിന് അല്ലെ, ഫാമിലിക്കോ റിലേറ്റീവ്സിനൊക്കെ അവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വെയിറ്റിംഗ് ഏരിയ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ്? സ്റ്റോറേജ് ചേംബർ അല്ലെ. സ്റ്റോറേജ് ചേംബർ. സ്റ്റോറേജ് ചേംബർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് ഏതിലാണ്? സ്റ്റോറേജ് ചേംബറിലാണ്. ഓക്കെ, ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് സ്റ്റോറേജ് ചേംബറിലാണ്. ഓക്കെ, എത്ര? ഇനി 2 ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. അതിനകത്താണ് ഡെഡ് ബോഡീസ് നമ്മൾ സൂക്ഷിക്കുന്നത്. നോക്കിക്കോളൂ. ടൈപ്പ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ്. ഓക്കെ, പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ. പോസിറ്റീവ് ടെമ്പറേച്ചറിലും നെഗറ്റീവ് ടെമ്പറേച്ചറിലും നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി പോസിറ്റീവ് ടെമ്പറേച്ചർ എന്താണെന്ന് നോക്കാം. ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 degrees Celsius and 4 degrees Celsius. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചറില് ഡെഡ് ബോഡീസ് എത്ര ഡിഗ്രിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് ചോദിക്കാറുണ്ട്. ഏതാണ്? 2 to 4 degree Celsius. 2 degree Celsius and 4 degree Celsius. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. While this is usually used for keeping bodies for up to several weeks. എന്താണ് several weeks എന്ന് പറഞ്ഞാല്? several എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച്, കുറയാണോ? ഓക്കെ, എന്താണ്? While this is usually used for keeping dead bodies അല്ലെങ്കിൽ bodies for up to several weeks. എന്താണ് ഈ several weeks എന്ന് പറഞ്ഞാല്? പോസിറ്റീവ് ടെമ്പറേച്ചറില് നമ്മള് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് സെവറൽ വീക്സിലാണ് അല്ലെ. കുറച്ച് വീക്സിലാണ് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നമുക്ക് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ. നോക്കിക്കോളൂ. നെക്സ്റ്റ് നോക്കിയേ. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. ഡീകേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീകേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഴുകുക. ഓക്കെ, എന്താണ്? ക്ഷയിക്കുക അല്ലെങ്കിൽ അഴുകുക അല്ലെ. അഴുകല് അല്ലെങ്കിൽ ക്ഷയിക്കല്. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. എന്താണ്? ക്ഷയിക്കുന്നത് തടയുന്നില്ല അല്ലെ. തടയുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? വിച്ച് കണ്ടിന്യൂ അറ്റ് എ സ്ലോവർ റേറ്റ് ദാൻ റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ നമ്മള് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുമ്പോ എന്താണ്? സ്ലോവർ റേറ്റിലായിരിക്കും അത് അഴുകാനായിട്ട് തുടങ്ങുന്നത് അല്ലെ. ഡീകമ്പോസിഷൻ സംഭവിക്കില്ലേ? റൂം ടെമ്പറേച്ചറിൽ നമ്മള് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ സ്ലോവർ റേറ്റിൽ എന്ത് ചെയ്തു തുടങ്ങും? അത് ഡീകമ്പോസിഷൻ അതിനകത്ത് നടക്കും, അഴുകാനായിട്ട് തുടങ്ങും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസും അതുപോലെ തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസും കൂടി പറഞ്ഞു തരാം. ക്ലിയർ ആവട്ടെ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് 2 to 4 degree Celsius. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നമ്മള് ഡെഡ് ബോഡീസ് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് അതൊന്ന് നോക്കണം. അതുപോലെ തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചറിലാകുമ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഡെഡ് ബോഡി സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഇപ്പൊ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ സ്ലോവർ റേറ്റില്
ആ ഡെഡ് ബോഡി അഴുകാനായിട്ട് തുടങ്ങും. ക്ലിയർ ആയോ? പോസിറ്റീവ് ടെമ്പറേച്ചർ എന്താണെന്ന് മനസ്സിലായോ? ഇനി നെഗറ്റീവ് ടെമ്പറേച്ചർ നോക്കിയേ. ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ -15 degrees Celsius ആൻഡ് നെഗറ്റീവ് എന്നാക്കണം കേട്ടോ. അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്ക്രീനിലില്ല, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ -15 degrees Celsius ആൻഡ് -25 degrees Celsius. നോട്ട് ചെയ്ത് വെക്കാട്ടോ. ചോദിക്കാറുണ്ട്, രണ്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പോസിറ്റീവും ചോദിക്കാറുണ്ട്, നെഗറ്റീവും ചോദിക്കാറുണ്ട്. അപ്പൊ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നെഗറ്റീവ് ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താണ്? -15 degrees Celsius ആൻഡ് -25 degrees Celsius. Usually used at forensic institute, particularly when a body have been identified. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കാം ഡെഡ് ബോഡികൾ നമ്മൾ സൂക്ഷിക്കുന്നത്. ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആയിരിക്കാം ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ സൂക്ഷിച്ചു വെക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താണ്, ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇങ്ങനെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. At this temperature, the body are completely frozen. എന്താണ് ഫ്രോസൺ എന്ന് പറഞ്ഞാല്? നെഗറ്റീവ് ടെമ്പറേച്ചർ ആകുമ്പോൾ നമ്മൾ എന്താണ്, കംപ്ലീറ്റ്ലി ആ ഡെഡ് ബോഡീസ് നെഗറ്റീവില് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ മരവിച്ചിരിക്കും അല്ലെ? അല്ലെ? മരവിക്കുക. ഓക്കെ. ആൻഡ് decay is totally stopped. അങ്ങനെ ഡെഡ് ബോഡി മരവിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, അവിടെ ക്ഷയിക്കുന്നത് സംഭവിക്കോ അല്ലെങ്കിൽ ക്ഷയം നടക്കോ? ഇല്ല. decay is totally stopped. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഒന്നുകൂടി ഡിഫറൻസ് പറയാം. നെഗറ്റീവ് ടെമ്പറേച്ചറിലാവുമ്പോ എന്താണ് ഡെഡ് ബോഡീസ് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഏത് ടെമ്പറേച്ചറിലാണ്? -15 to -25 degrees Celsius. പോസിറ്റീവിലാകുമ്പോ എന്താണ് 2 to 4 degrees Celsius. അതുപോലെ തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചറിലാകുമ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഈ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. നെഗറ്റീവ് ടെമ്പറേച്ചറിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര നാൾ വരെ സൂക്ഷിക്കാൻ പറ്റും? എത്ര നാൾ വരെ സൂക്ഷിക്കാൻ പറ്റും? പോസിറ്റീവിലാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് അല്ലേ? അപ്പോ നെഗറ്റീവ് ടെമ്പറേച്ചറിലാകുമ്പോൾ കുറെ നാളത്തേക്ക്, ഒത്തിരി നാള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെഡ് ബോഡികള് സൂക്ഷിക്കാൻ പറ്റും. അവിടെ decay totally stopped ആവും. ഓക്കെ, മനസ്സിലായോ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഒന്ന് വായിച്ചു നോക്കി, വായിച്ചു നോക്കട്ടോ.
കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് ആണ് പോസ്റ്റ്മോർട്ടം റൂം. The postmortem room is treated to be like an operation theatre in or technicality. അപ്പൊ എന്താണ് ഈ ഓപ്പറേഷൻ തിയേറ്ററും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റൂമും അവിടെ നടക്കുന്നത് ഒരു പ്രൊസീജിയർ ആണ് അല്ലെ? ആണോ? ടെക്നിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സെയിം പ്രൊസീജിയർ തന്നെയാണ് അല്ലെ? എന്താ ചെയ്യുന്നത് അവിടെ? ഓപ്പറേഷൻ തിയേറ്ററിലായാലും അതുപോലെ തന്നെ മോർച്ചറി റൂമിലായാലും പോസ്റ്റ്മോർട്ടം റൂമിലായാലും എന്താ ചെയ്യുന്നത്? ബോഡി അല്ലെ? ബോഡികള് കീറിമുറിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? കീറിമുറിക്കും. അതാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റൂമിലും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലായാലും ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു പ്രൊസീജിയർ തന്നെയാണ് അവിടെ നടക്കുന്നത്. പിന്നെന്താണ്? The major difference between mortuary and operation theatre. ഇനി ഒരു മേജർ ഡിഫറൻസ് ആണുള്ളത്. പ്രൊസീജിയർ ഒക്കെ തന്നെയാണെങ്കിലും ഇവ തമ്മില് എന്താണ് ഒരു മേജർ ഡിഫറൻസ് ഉണ്ട്. Then in OT, almost care is required to avert. Avert എന്ന് പറഞ്ഞാൽ എന്താണ്? Avert എന്തായിരിക്കും? Avert outside the infection that enters inside. Avert എന്ന് പറഞ്ഞാല് ഒഴിവാക്കുക. And in mortuary is needed to make sure that inside infection does not spread out. അതെന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ഇപ്പൊ രോഗിയെ നമ്മൾ സർജറി ചെയ്ത് കഴിയുമ്പോൾ പുറത്ത് നിന്ന് അണുക്കള് രോഗാണുക്കള് രോഗിയുടെ ബോഡിയിലോട്ട് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെ? ഓക്കെ. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിൽ ഈ ഡെഡ് ബോഡിയിൽ നിന്ന് അണുക്കൾ പുറത്തേക്ക് കടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. പ്രൊസീജിയർ ഒന്ന് തന്നെയാണെങ്കിലും ഡിഫറൻസ് ഉണ്ട് അവർക്ക്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിൽ ഡെഡ് ബോഡിയിൽ നിന്ന് ഈ അണുക്കള് പുറത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ രോഗിയുടെ ബോഡിയിലേക്ക് പുറത്ത് നിന്ന് അണുക്കള് അകത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മനസ്സിലായോ ഡിഫറൻസ്? ഓക്കെ. ഇനി 7th വൺ പറയട്ടെ. 7th വൺ എന്താണ്? ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിംഗ്. എന്താണ്? നമുക്കറിയാം അല്ലെ? ഓഫീസ് റൂം റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കുന്നതിനും അതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് റൂം അവിടെ ആവശ്യമാണ്. എവിടെയാണ്? മോർച്ചറിയില്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് റൂം വേണം അല്ലെ? ഡോക്ടർമാരുടെ റൂം വേണം. അതുപോലെ തന്നെ എന്താണ്? സ്റ്റോർ റൂംസ്. എന്തായിരിക്കാം സ്റ്റോർ റൂം എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റോർ റൂം വെച്ചിരിക്കുന്നത്? എന്തിനായിരിക്കും സ്റ്റോർ റൂം? റെക്കോർഡ്സ്. പിന്നെ റെക്കോർഡ്സിന് മാത്രമായിരിക്കോ? വെരി ഗുഡ്. എക്യുപ്മെന്റ്സുകൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് അല്ലെ? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായിട്ട് നമുക്ക് കുറച്ച് എക്യുപ്മെന്റ്സുകള് ഐറ്റംസുകള് അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽസ് അല്ലെ ആവശ്യമാണ് അല്ലെ? അതുകൊണ്ട് തന്നെ എക്യുപ്മെന്റ്സുകൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് സ്റ്റോർ റൂം കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്യുപ്മെന്റ്സ് അതുപോലെ ലോഷൻസ് അങ്ങനെ പല കെമിക്കൽസും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റോർ റൂം. ഇനി എന്താണ്? റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റന്റ്.
ഇവർക്കും ടെക്നീഷ്യൻസിന് വേണം, അസിസ്റ്റന്റിനും ഒരു റൂം അത്യാവശ്യമാണ്. ഇനി എന്താണ് ചേഞ്ചിങ് റൂംസ്? ചേഞ്ചിങ് റൂംസ് എന്തായിരിക്കാം? ചേഞ്ചിങ് റൂംസ് ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാനായി. ഓക്കെ, ടോയ്ലറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് മോർച്ചറി. 3 തരത്തിലുള്ള മോർച്ചറി നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ വെയിറ്റിംഗ് മോർച്ചറി, സെക്കൻഡ് വൺ ഹോസ്പിറ്റൽ മോർച്ചറി ആൻഡ് തേർഡ് വൺ പ്രൈവറ്റ് മോർച്ചറി. 3 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3ഉം ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാം. സിമ്പിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. ടൈപ്സ് ഓഫ് മോർച്ചറീസ്. ഫസ്റ്റ് വൺ ആണ് ഇത് വെയിറ്റിംഗ് മോർച്ചറി. അപ്പോ വെയിറ്റിംഗ് മോർച്ചറി വായിച്ച് പറയുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ടൊന്ന് മിസ് പറയാം, ഒന്ന് കൺസെപ്റ്റ് കിട്ടും. അപ്പൊ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാല് ഇപ്പോ മരണമടഞ്ഞ മനുഷ്യ ആള് മരിച്ചു ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് എവിടെ സൂക്ഷിക്കുന്നു? വെയിറ്റിംഗ് മോർച്ചറിയിലാണ് ഡെഡ് ബോഡികൾ സൂക്ഷിക്കുന്നത്. മരിച്ചയാള്, മരണമടഞ്ഞ ആള് മരിച്ചയോ ഇല്ലയോ എന്ന് ഒന്നും കൂടി സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റിംഗ് മോർച്ചറിയില് ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറി ഉള്ളത്. അതുപോലെ തന്നെ ഈ പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾക്ക് ഭയമായിരുന്നു, എന്താണ് ജീവനോടെ കുഴിച്ചുമൂടോ അല്ലെങ്കിൽ ജീവനോടെ അടക്കോ എന്നൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് മോഡേൺ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ മോഡേൺ മെത്തേഡുകൾ വന്നു അല്ലെ. ഇപ്പൊ ആളുകൾ മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ ടെക്നീഷ്യൻസ്, ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് ഭയമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡീസ് സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിച്ചു വെക്കുമ്പോ ആ ഡെഡ് ബോഡി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വെച്ചിട്ടുണ്ടാവും. അയാളെ പറയുന്നതാണ് അറ്റൻഡന്റ്. ഓക്കെ, അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡെഡ് ബോഡി നിരീക്ഷിച്ച് ചിലപ്പോ കയ്യോ കാലോ അനക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് കണ്ണ് ചിമ്മുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് നിരീക്ഷിക്കും. അപ്പൊ എന്താണ് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും അല്ലെ, അയാളെ മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ പറ്റും. ഇനി പിന്നെ എങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റും? ഡെഡ് ബോഡി കുറച്ചു നേരം അങ്ങനെ വെക്കുമ്പോ എന്ത് ചെയ്യും? കുറച്ച് ടൈം അങ്ങനെ വെക്കുമ്പോ എന്താ സംഭവിക്കുക? ഡെഡ് ബോഡിയില് എന്ത് സംഭവിക്കും? അഴുകാനായിട്ട് തുടങ്ങില്ലേ? ഡീകേ സംഭവിക്കില്ലേ? ഡീകമ്പോസിഷൻ തുടങ്ങും അല്ലെ. ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്ത് വരും? ഡീകേ സ്റ്റാർട്ട് ചെയ്യും. ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡീകേ ആവുമ്പോ എന്താ സംഭവിക്കാം? എങ്ങനെ അറിയാം ഡീകമ്പോസിഷൻ ആയെന്ന്? എന്ത് വരും? സ്മെൽ. വെരി ഗുഡ്, സ്മെല്ല് വരും അല്ലെ. സ്മെല്ല് വരുമ്പോൾ നമുക്ക് അങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റും അയാൾ മരിച്ചോ ഇല്ലെന്ന് അങ്ങനെയും സ്ഥിരീകരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. സിമ്പിൾ ആണോ? ഓക്കെ, നമുക്കിനി വായിക്കാം. എന്താണ്? എ വെയിറ്റിംഗ് മോർച്ചറി ഈസ് എ മോർച്ചറി ബിൽഡിംഗ് പ്ലാൻഡ് സ്പെസിഫിക്കലി ഫോർ ദ പർപ്പസ് ഓഫ് എഫ്രേമിംഗ്. എഫ്രേമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരീകരിക്കുക. എഫ്രേമിംഗ് ദാറ്റ് ഡിസീസ്ഡ് പേഴ്സൺസ്. ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാല് മരണമടഞ്ഞ വ്യക്തികള്. എഫ്രേമിംഗ് എന്ന് പറഞ്ഞാല് സ്ഥിരീകരിക്കുക. ദാറ്റ് ഡിസീസ്ഡ് പേഴ്സൺസ് ആർ ട്രൂലി ഡെഡ്. ഓക്കെ, അപ്പൊ വെയിറ്റിംഗ് മോർച്ചറിയുടെ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ചോദിക്കാറുണ്ട്. ഡാഷ് ഈസ് എ മോർച്ചറി building planned specifically for the purpose framing that deceased persons are truly dead. ഞാൻ പറഞ്ഞു അല്ലെ, വെയിറ്റിംഗ് മോർച്ചറിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറി ഉള്ളത്? മരണമടഞ്ഞ വ്യക്തി മരിച്ചോ ഇല്ലയോ എന്ന് ഒന്നും കൂടിയും സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറി ഉള്ളത്. കിട്ടിയോ? അതുപോലെ തന്നെ എന്താണ്? Before the emergence of modern method of verifying death, people feared that they would be burial. Burial എന്നാക്കണം കേട്ടോ. Burial alive. Burial alive. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ മോഡേൺ ടെക്നിക്സ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. മിസ് പറഞ്ഞില്ലേ,
പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് ഭയമായിരുന്നു ജീവനോടെ ആ വ്യക്തി മരിച്ചിട്ട് ജീവനോടെ കുഴിച്ചിട്ടോ ഇല്ലയോ എന്നൊക്കെ ആളുകൾക്ക് ഭയമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മോഡേൺ മെത്തേഡ് ഒക്കെ വന്നപ്പോ എന്താണ് മോഡേൺ ടെക്നിക്സുകൾ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെ മരിച്ച ആള് ഇല്ലയോ അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് ടു ലെസൺ such fears that lately deceased were housed for a time in waiting mortuaries for attendants. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. For attendants would watch for signs of life. അല്ലെ ഞാൻ പറഞ്ഞത് എന്താണ്, ഒരാളെ നമ്മൾ വെക്കുമോ അല്ലെ വെയിറ്റിംഗ് മോർച്ചറിയിൽ. ഇതിനു വേണ്ടിയിട്ടാണ് മരണമടഞ്ഞ വ്യക്തി മരിച്ചു ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരാളെ നമ്മൾ വെക്കുന്നുണ്ട് അല്ലെ, അയാളെ പറയുന്ന പേരാണ് അറ്റൻഡൻസ്. ഇയാൾ എന്ത് ചെയ്യും, വാച്ച് ചെയ്യും അല്ലെ, മരിച്ച വ്യക്തിയെ ഒന്നുകൂടി നിരീക്ഷിക്കും. എന്തെങ്കിലും സയൻസ് വരുന്നുണ്ടോ, അയാളിൽ നിന്ന് എന്തെങ്കിലും സയൻസ് ഉണ്ടാകുന്നുണ്ടോ, കണ്ണ് തുറക്കുന്നുണ്ടോ, കാലനക്കുന്നുണ്ടോ, കൈ പൊക്കുന്നുണ്ടോ, അങ്ങനെയുള്ള സയൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഈ അറ്റൻഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ക്രോപ്സ് വുഡ് ബി. ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്സ് എന്തായിരിക്കാം, മൃതദേഹം. ഓക്കെ, കോപ്സ് എന്ന് പറഞ്ഞാല് മൃതദേഹം. would be allowed to decompose packed അപ്പൊ നോക്കിക്കോളൂ കേട്ടോ. the corpse എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ശവം അല്ലെങ്കിൽ മൃതദേഹം. would be allowed to decompose partially prior to burial. Burial എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, burial അടക്കം. ഓക്കെ, ഓർമ്മയുണ്ടല്ലേ. ഓക്കെ ഓക്കെ, അടക്കം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോപ്സുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോ, മൃതദേഹങ്ങള് മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കുമ്പോ അത് ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, സ്മെല്ല് വരുമ്പോ അല്ലെ, അങ്ങനെയും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. എന്ത്, സ്മെല്ല് വരുമ്പോൾ അങ്ങനെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും ഈ മൃതദേഹങ്ങള് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ എന്താണ് ഇയാള് മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പറഞ്ഞത്, വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണമടഞ്ഞ ആളല്ലേ, ഡിസീസ്ഡ് പേഴ്സൺ മരിച്ചോ ഇല്ലയോ എന്ന് ഒന്നുകൂടിയും സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറി ഉള്ളത്. അതുപോലെ തന്നെ ഈ വെയിറ്റിംഗ് മോർച്ചറിയില് ഡെഡ് ബോഡീസ് ഡെഡ് ബോഡീസ് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വെച്ചിട്ടുണ്ടാവും. അയാളെ പറയുന്ന പേരാണ് അറ്റൻഡൻസ്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഡെഡ് ബോഡി കയ്യോ കാലോ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഡെഡ് ബോഡി നമ്മള് ഈ മോർച്ചറിയിൽ വെക്കുമ്പോ ഡിക്കെ സംഭവിക്കുമ്പോ എന്ത് ചെയ്ത് തുടങ്ങാം, സ്മെല്ല് വന്ന് തുടങ്ങും അല്ലെ. നമ്മുടെ സ്മെല്ല് വരുമ്പോ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും അദ്ദേഹം മരിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ മോർച്ചറി. A hospital mortuary is situated within a hospital, a care center, a hospice or a retirement home. അപ്പൊ എന്തിന്റെയൊക്കെ ബേസിലാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ? ഹോസ്പിറ്റൽസ്, കെയർ സെന്റേഴ്സ്, ഹോസ്പൈസ് എന്താണ്, പുനരധിവാസ സേവനങ്ങൾ അല്ലെ, ഹോസ്പൈസ്, അതുപോലെ റിട്ടയർമെന്റ് ഹോം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇറ്റ് എംപ്ലോയീസ് സാലറീഡ് പേഴ്സണൽ കോസ്റ്റ്. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലെ സാലറീഡ് പേഴ്സണൽസിനെ പറയുന്ന പേര് എന്താണ്,
Mortuary disinfection service agent or mortician. Okay. അപ്പോ സാലറിഡ് പേഴ്സണൽസിനെ പറയുന്ന പേരാണ് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്നും അല്ലെങ്കിൽ എന്താണ് മോർട്ടീഷ്യൻ എന്നുമാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Hospital mortuary are the part of hospital services. അപ്പോൾ ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ the hospital mortuary may be delegated as an autopsy site for forensic purposes. അപ്പോൾ delegated എന്ന് പറഞ്ഞാൽ എന്താണ്? delegated ചുമതലപ്പെടുത്തുക. delegated എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമതലപ്പെടുത്തുക. അപ്പൊ ഓട്ടോപ്സി പോലെയുള്ള, ഓട്ടോപ്സി അറിയാലോ എന്താണ്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട്, ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ടും ചുമതലപ്പെടുത്തിയിട്ടുള്ളവയാണ് ആര് ഹോസ്പിറ്റൽ മോർച്ചറിയെ. ഇവിടെ പറയാം ഓട്ടോപ്സി പോലെയുള്ള ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താണ് ആ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാല് റിട്ടയർമെന്റ് ഹോം, ഹോസ്പൈസ്, കെയർ സെന്റർ, ഹോസ്പിറ്റൽ പോലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന സാലറിഡ് പേഴ്സണെ പറയുന്ന പേരാണ് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്നും അല്ലെങ്കിൽ മോർട്ടീഷ്യൻ എന്നും പറയുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മോർച്ചറി എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഓട്ടോപ്സി പോലുള്ള ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറിയെ. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് കൂടി പറയുന്നുണ്ട് അല്ലെ, സെന്റൻസ് കൂടി പറയുന്നുണ്ട്. ഇൻ റൂറൽ ഏരിയാസ് where there are no burial facilities nearby, the hospital mortuary may receive the body of an individual who died outside its own vicinity for a fee. എന്താണ് വിസിനിറ്റി എന്ന് പറഞ്ഞാല് പ്രദേശങ്ങൾ കേട്ടോ, അടുത്ത പ്രദേശം. അപ്പോ ഈ റൂറൽ ഏരിയാസിലൊക്കെ ഒരാളെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ പ്രദേശത്ത് അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തൊക്കെ എന്താണ്, അവരെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള്, ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള സൗകര്യങ്ങൾ അവർക്ക് കിട്ടുന്നത് വരെ ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കാം. ക്ലിയർ ആയോ? ഇങ്ങനെ അവര് വെറുതെ സൂക്ഷിച്ചു വെക്കോ ഡെഡ് ബോഡീസ്? ഇല്ല. എന്ത് കൊടുക്കണം അവർക്ക്? എന്താ കൊടുക്കേണ്ടത് ഹോസ്പിറ്റൽ മോർച്ചറിക്ക്? ഫീ കൊടുക്കണം. ക്ലിയർ ആയില്ലേ? ആ പാരഗ്രാഫ് മനസ്സിലായോ? സെക്കൻഡ് പാരഗ്രാഫ് എന്താണ്? റൂറൽ ഏരിയാസിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് അടുത്ത പ്രദേശത്ത് എന്തെങ്കിലും സൗകര്യങ്ങൾ അടക്കുന്നതിന് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇനി അങ്ങനെയുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ലഭിക്കുന്നത് വരെ അവിടെ സൂക്ഷിക്കാം. അങ്ങനെ സൂക്ഷിച്ചു വെക്കുമ്പോൾ എന്ത് കൊടുക്കണം? ഫീ അവർക്ക് കൊടുക്കണം. ഓക്കെ, വായിച്ചു നോക്കിയേ ഹോസ്പിറ്റൽ മോർച്ചറിയും അതുപോലെ തന്നെ വെയിറ്റിംഗ് മോർച്ചറിയും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അയച്ചു കഴിഞ്ഞാലും മിസ്സിനോട് പറയാം കേട്ടോ, നമ്പർ ഇട്ടാൽ മതി.
ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ ആൻഡ് വെയിറ്റിംഗ് മോർച്ചറി. ഇനി നെക്സ്റ്റ് ആണ്, ലാസ്റ്റ് വൺ ആണ് പ്രൈവറ്റ് മോർച്ചറി. നോക്കിക്കോളൂട്ടോ. ഈ പറഞ്ഞ ഹോസ്പിറ്റൽ മോർച്ചറിയും അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് വെയിറ്റിംഗ് മോർച്ചറി. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട്? ഇല്ല. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റിലോട്ട് പോകേണ്ട മിസ്. പ്രൈവറ്റ് മോർച്ചറി നോക്കിക്കോളൂ. എ പ്രൈവറ്റ് മോർച്ചറി ഈസ് എ പ്രൈവറ്റ് സ്ട്രക്ചർ. പ്രൈവറ്റ് സ്ട്രക്ചർ ആണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. ടു റിസീവ് റിമൈൻസ് വെയിറ്റിംഗ് ഫോർ burial or cremation. നമുക്കറിയാം അല്ലെ, burial എന്ന് പറഞ്ഞാൽ എന്താണ്? അടക്കം ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് മുൻപോ ഈ ഡെഡ് ബോഡീസ് വെയിറ്റ് ചെയ്യിപ്പിച്ച് വെക്കുന്നത് എവിടെയാണ്? പ്രൈവറ്റ് മോർച്ചറിയിലാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? അടക്കം ചെയ്യുന്നതിന് മുൻപോ ശവസംസ്കാരത്തിന് മുൻപോ ഡെഡ് ബോഡീസ് വെയിറ്റ് ചെയ്യിപ്പിച്ച് വെക്കുന്നത് പ്രൈവറ്റ് മോർച്ചറിയിലാണ്. It is mostly used in some cases of death at home. എന്താണ്? നമ്മള് ഇപ്പൊ വീട്ടിലൊന്നും ആരുമില്ല, ഇപ്പൊ മക്കളായാലും ചിലപ്പോ പുറത്തായിരിക്കാം, വിദേശത്തായിരിക്കാം ജോലി ചെയ്യുന്നത്. ചിലപ്പോ അപ്പനോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ തനിച്ച് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവര് പെട്ടെന്ന് മരണം സംഭവിച്ചു അല്ലെങ്കിൽ മരണമടഞ്ഞാല് അവരുടെ ഡെഡ് ബോഡീസ് നമ്മൾ സൂക്ഷിക്കണം അല്ലെ. റിലേറ്റീവ്സോ അല്ലെങ്കിൽ മക്കളൊക്കെ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോ 2 ആഴ്ച പിടിക്കാം അവര് വിദേശത്ത് വരാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ എന്താണ്. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മള് ഡെഡ് ബോഡികൾ സൂക്ഷിച്ചു വെക്കണം അല്ലെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യിച്ച് വെക്കണം ഇല്ലേ. അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോ ഡെഡ് ബോഡീസ് നമ്മൾ എവിടെ സൂക്ഷിക്കുന്നുണ്ട്? പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. അതാണ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. അപ്പൊ ഹോമില് അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയൊക്കെ ഒരുമിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ അവരിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കള് വരാനോ അല്ലെങ്കിൽ ഫാമിലി വരാനോ റിലേറ്റീവ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മള് ഈ ഡെഡ് ബോഡീസ് വെയിറ്റ് ചെയ്യിപ്പിച്ച് വെക്കുന്നത് പ്രൈവറ്റ് മോർച്ചറിയിലാണ്. Unlike a hospital mortuary is a private mortuary may not receive the bodies of individuals who died of certain infectious disease. അപ്പോ പ്രൈവറ്റ് മോർച്ചറിയിലാണെങ്കിൽ ഇൻഫെക്ഷൻസ് ആയിട്ടാണ്, ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഒരു വ്യക്തി മരണമടഞ്ഞെങ്കിൽ ആ ഡെഡ് ബോഡി പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കില്ല. ഓക്കെ, മനസ്സിലായോ? ഹോസ്പിറ്റൽ മോർച്ചറിയിലാണെങ്കിൽ എന്താണ്? എല്ലാ ഡെഡ് ബോഡീസും എന്തും മരണപ്പെട്ടാലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഡെഡ് ബോഡികള് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നുണ്ട്. പ്രൈവറ്റ് മോർച്ചറിയിലാണെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഇങ്ങനെ മരിച്ചതെങ്കിൽ ആ ഡെഡ് ബോഡി അവിടെ സൂക്ഷിക്കില്ല. അതാണ് പ്രൈവറ്റ് മോർച്ചറിയും ഹോസ്പിറ്റൽ മോർച്ചറിയും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കിയേ. All private mortuaries are run by a funeral home. എന്താണ്? പ്രൈവറ്റ് മോർച്ചറി മാനേജ് ചെയ്യുന്നത് ആരാണ്? ഫ്യൂണറൽ ഹോംസ് ആണ്. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ മിസ് പറയാം, ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ്, ഒരു ബിസിനസ് ആണ്. പ്രൈവറ്റ് മോർച്ചറിയിലെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ച് വെച്ച് റിലേറ്റീവ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട്, റിലേറ്റീവൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രൈവറ്റ് മോർച്ചറിയിലാണ് അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച് വെക്കുന്നത് ഡെഡ് ബോഡീസ്. അങ്ങനെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ച് വെക്കുകയും അവര് വന്ന് മക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്യുന്നുണ്ട്, ഈ പ്രൈവറ്റ് മോർച്ചറിയിൽ നിന്ന് ഡെഡ് ബോഡീസ് അവർക്ക് കൈമാറുന്നു. കൈമാറിയ ശേഷം എന്ത് ചെയ്യുന്നു? മരണാന്തര ചടങ്ങുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ബിസിനസിനെയാണ് നമ്മള് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടിയും പറയാം. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ്. പ്രൈവറ്റ് മോർച്ചറിയില് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡെഡ് ബോഡീസ് റിലേറ്റീവ്സോ ഫാമിലിയോ അല്ലെങ്കിൽ എന്താണ് മക്കളൊക്കെ വരുമ്പോ അവർക്ക് ആ ഡെഡ് ബോഡീസ് നമ്മൾ കൈമാറുകയും അവരുടെ മറ്റു മരണാന്തര ചടങ്ങുകൾ വരെ എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്? അവര് ചെയ്തു കൊടുക്കുന്നു. മരണാന്തര ചടങ്ങുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ബിസിനസിനെയാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫ്യൂണറൽ ഹോംസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൈവറ്റ് മോർച്ചറി മാനേജ് ചെയ്യുന്നത്. ക്ലിയർ ആയോ?
Okay, private mortuary are the part of external services of funeral homes. എന്താണ് ഈ ഫ്യൂണറൽ ഹോംസിന് പുറമെ കൊടുക്കുന്ന എക്സ്റ്റേണൽ സർവീസ് ആണ് അല്ലെങ്കിൽ സേവനമാണ് എന്ത് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. They come under the category either funeral home or funeral parlor. Funeral home പറയുന്ന മറ്റൊരു പേരാണ് funeral parlor എന്നും പറയുന്നുണ്ട്. Okay, മനസ്സിലായോ? Okay, പ്രൈവറ്റ് മോർച്ചറിയിലെ കാറ്റഗറിയിൽ വരുന്നതാണ് എന്തൊക്കെ ഈ ഫ്യൂണറൽ ഹോംസ് ആയാലും ഫ്യൂണറൽ പാർലർ ആയാലും കേട്ടോ. ഓക്കെ, പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാല് ഇപ്പൊ വീട്ടിലൊക്കെ കിടന്ന് അപ്പനോ അമ്മയോ ഒക്കെ ആരുമില്ല ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വരുന്നത് വരെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് വെയിറ്റ് ചെയ്യിച്ച് വെക്കുന്നത് പ്രൈവറ്റ് മോർച്ചറിയാണ്. പ്രൈവറ്റ് മോർച്ചറിയിൽ ഇപ്പൊ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടാണ് ഒരു വ്യക്തി മരണം അടഞ്ഞതെങ്കിൽ ആ ഡെഡ് ബോഡി അവിടെ സൂക്ഷിച്ചു വെക്കില്ല. ഹോസ്പിറ്റൽ മോർച്ചറിയിലാണെങ്കിൽ എല്ലാ തരം ഡെഡ് ബോഡീസും സൂക്ഷിച്ചു വെക്കുന്നു. അതുപോലെ തന്നെ ഈ എന്താണ് പ്രൈവറ്റ് മോർച്ചറി പ്രൈവറ്റ് മോർച്ചറി ഫ്യൂണറൽ ഹോംസ്. അപ്പൊ എന്താണ് ഫ്യൂണറൽ ഹോംസ് റൺ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് പ്രൈവറ്റ് മോർച്ചറി മാനേജ് ചെയ്യുന്നത് ഫ്യൂണറൽ ഹോംസ് ആണ്. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ മരണം അടഞ്ഞ വ്യക്തിയുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കുന്നു. വീട്ടിലെ ആരെങ്കിലും ഒക്കെ വരുന്നത് വരെ സൂക്ഷിച്ചു വെക്കുന്നു. എന്നിട്ട് അവര് വന്നതിന് ശേഷം ഡെഡ് ബോഡി കൈമാറുകയും മരണാന്തര ചടങ്ങ് വരെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ബിസിനസ് ആണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ഫ്യൂണറൽ ഹോംസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫ്യൂണറൽ പാർലർ. ഓക്കെ, വായിച്ചു നോക്കിയേ. UDL അല്ലായിരുന്നു. വിക്ടിം മോർച്ചറിയിൽ പറഞ്ഞതല്ലേ, തിരുത്തൽ പറഞ്ഞതല്ലേ. മനസ്സിൽ കഴിഞ്ഞോ? അതിൽ ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇനി നെക്സ്റ്റ് ആണ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. അപ്പൊ മോർച്ചറിയില് മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കാം. The mortuary occupancy register is updated precisely. എന്താ പറയുന്നത്? ഈ ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോർച്ചറിയിലേക്ക് പലതരത്തിലുള്ള ഡെഡ് ബോഡീസ് വരില്ലേ അല്ലെ? എത്ര എണ്ണമാണ് ഡെഡ് ബോഡീസ് നമ്മുടെ ഈ മോർച്ചറിയിലോട്ട് വന്നിരിക്കുന്നത് അത് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ എത്ര എണ്ണം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് എന്ത് ഈ ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മനസ്സിലായോ? ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര ഡെഡ് ബോഡീസ് ആണ് മോർച്ചറിയിലോട്ട് വന്നിരിക്കുന്നത്, അതിന്റെ എണ്ണം,
അതുപോലെ തന്നെ എത്ര എണ്ണം നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങള് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് എന്ത് ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ത് ചെയ്യണം, അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കണം. അതാണ് ഫസ്റ്റ് ക്ലിയർ ആയില്ലേ? ഒക്യുപ്പൻസി രജിസ്റ്റർ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്ത് വെക്കാം, മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കണം. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, the necessary temperature of the mortuary is observed and sustained. Sustained എന്ന് പറഞ്ഞാൽ എന്താണ്? Sustained എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? നിലനിർത്തുക. ഓക്കെ, സസ്റ്റെയിൻ നിലനിർത്തുക. ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാല് എന്താണ്? നിരീക്ഷിക്കുക അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മളെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത് ഏതൊക്കെ ടെമ്പറേച്ചറിലാണ്? ഓർമ്മയില്ല? ഏതൊക്കെ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്? ക്ലാസ് തുടങ്ങിയപ്പോ നമ്മൾ പഠിച്ചില്ലേ? പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും അല്ലെ. അപ്പൊ അതിന്റെ കാര്യങ്ങള്, അതിന്റെ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? 2 to 4 degrees Celsius ആണ് അല്ലെ. നെഗറ്റീവ് ആണെങ്കിൽ -15 to -25. നെഗറ്റീവ് ഉണ്ട് കേട്ടോ, ഇനി നെഗറ്റീവ് ഇടണേ മറക്കരുത് കേട്ടോ. അപ്പൊ -25. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ? ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ടാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിക്കുകയും അത് നിലനിർത്തുകയും വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്ലീൻലിനെസ് ആൻഡ് ക്ലീൻലിനെസ് ഓഫ് ദ മോർച്ചറി സസ്റ്റെയിൻഡ്. ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിയാക്കി, അതുപോലെ തന്നെ വൃത്തിയുള്ളതും, അതുപോലെ തന്നെ ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ അടക്കും ചിട്ടയോട് കൂടിയിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും നിലനിർത്താം. മോർച്ചറിയുടെ അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറയുന്നത് നല്ല വൃത്തിയാക്കിയിട്ടും വളരെ വൃത്തിയോടുകൂടിയും അതിന്റെ എല്ലാ കാര്യങ്ങളും അടക്കും ചിട്ടയുമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോവാം. ഇനി എന്താണ്? സെക്യൂരിറ്റി ഓഫ് മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. എന്തായിരിക്കാം മോർച്ചറി സെക്യൂരിറ്റി വേണമെന്ന് പറയുന്നത്? എന്തായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സെക്യൂരിറ്റിയുടെ കാര്യം പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം സെക്യൂരിറ്റി വേണമെന്ന് പറയുന്നത്? ഡെഡ് ബോഡീസ് കളവ് പോകും. ഓക്കെ, പിന്നെന്താ? മിസ്സാവാതിരിക്കാം. പിന്നെ എന്തെങ്കിലും ഐഡിയ? ആലോചിക്കേ. എത്ര തരം വിസിറ്റേഴ്സ് കയറാതിരിക്കാൻ. ഓക്കെ, എത്ര തരത്തിലുള്ള കേസുകളാണ് വരുന്നത് മോർച്ചറിയില്? തെളിവ് നഷ്ടപ്പെടാതിരിക്കാനല്ലേ. ഓക്കെ, എന്താണ്? MLC കേസുകൾ വരും, അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള കേസുകൾ അല്ലെ, റിലേറ്റീവ്സ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ വരാം അല്ലെ. മോർച്ചറിയിലെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പോ ഈ MLC കേസുകൾ വരുമ്പോ അതിന്റെ തെളിവുകൾ എവിടെ സൂക്ഷിക്കും? എവിടെയാ സൂക്ഷിക്കുന്നത്? മോർച്ചറിയിൽ അല്ലെ. എവിഡൻസുകള്, അതിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ. അപ്പൊ മോർച്ചറിയിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ എന്താണ്? ചിലവര് വന്നിട്ട് അത് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സെക്യൂരിറ്റി, സുരക്ഷിതത്വം നമ്മള് നിലനിർത്തണം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ആർ സ്ട്രിക്ട്ലി സസ്റ്റെയിൻഡ് അറ്റ് ഓൾ ടൈംസ്. എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, നടപടിക്രമങ്ങൾ, ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെടുന്ന
സ്റ്റാൻഡേർഡ്സ് നടപടിക്രമങ്ങളും അതുപോലെ തന്നെ അജണ്ടാസ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയേഴ്സ് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യണം അല്ലെങ്കിൽ നിലനിർത്തണം. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ ആവാനായിട്ട് സാധ്യതയുണ്ട്, ഡെഡ് ബോഡീസിൽ നിന്ന് പുറത്തേക്ക് അണുക്കൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഇൻഫെക്ഷൻ കൺട്രോള് സ്റ്റാൻഡേർഡ്സും അജണ്ടാസും സ്ട്രിക്റ്റ്ലി നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയില്ലേ? ഇത്തരം കാര്യങ്ങളാണ് മോർച്ചറിയിൽ നിലനിർത്തേണ്ട അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ട കാര്യങ്ങൾ കേട്ടോ. ഇവന്റ്സ് രജിസ്റ്റർ അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഉണ്ടല്ലേ, ടെമ്പറേച്ചർ ഒക്കെ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താം അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് ഇത് നിലനിർത്തണം. അതുപോലെ തന്നെ അടക്കും ചിട്ടയുമായിട്ട് അതുപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാം. പിന്നെന്താണ്, സെക്യൂരിറ്റി നല്ല രീതിയിൽ നിലനിർത്തുകയും അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സും അജണ്ടാസും സ്ട്രിക്റ്റ്ലി സസ്റ്റെയിൻ ചെയ്യാം, നിലനിർത്താം. ഓക്കെ, ക്ലിയർ ആയോ? 5 പോയിന്റ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇത്രയും വരെ ന്യൂസ് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തത് എടുക്കാം കേട്ടോ. അടുത്ത പോർഷൻ കൂടി നമ്മുടെ മാർക്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത്രയും വരെ പഠിച്ച് മനസ്സിലാക്കി വരണം. പഠിച്ചിട്ട് വരണോട്ടോ ക്ലാസ്സിൽ, വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.